ട്രംപിന് തൽക്കാലം ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഇറാനെ അടിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സഹായം ആവശ്യമായി വരും. പക്ഷെ തിരിച്ച് എന്ത് വാഗ്ദാനങ്ങളാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, 5ാം തലമുറ ആയുധങ്ങൾ, ഏറ്റവും നവീനമായ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ആയുധം കൊടുക്കണമെങ്കിൽ ട്രംപ് അതിന് മറ്റു ചില കണ്ടീഷൻസും വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഒരു സൂചന. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പല നിരീക്ഷകരും പറയുന്നത് പാകിസ്ഥാനെ നമുക്കൊരു സ്വതന്ത്ര രാജ്യമായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ചൈനയുടെ ഒരു പാവയായിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നേരത്തെയൊക്കെ അമേരിക്കയായിട്ട് നല്ലൊരു സഹകരണമായിരുന്നു. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ബംഗ്ലാദേശുമായിട്ടുള്ള ആ ബംഗ്ലാദേശ് രൂപീകരണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൽ അന്ന് പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അമേരിക്ക പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ആ സമയത്ത് ലോകത്ത് ഒരു ശാക്തിക ചേരി ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ, മറുഭാഗത്ത് അമേരിക്ക. ഇന്ന് അങ്ങനെ ഒരു ശാക്തിക ചേരിയില്ല. പക്ഷെ ഇപ്പോഴും ചൈനയും റഷ്യയുമായിട്ട് പാകിസ്ഥാൻ ബന്ധം പുലർത്തുന്നുണ്ട്. അതേ സമയത്തിന് അമേരിക്കയായിട്ട് അവർ സൗഹൃദം പുലർത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു ചൈനയുടെ ഒരു കളിപ്പാവയായിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്.